ലേഔട്ടിൽ എങ്ങനെയാണ് ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സാധാരണ നമ്മളൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുന്നു. നമ്മൾ ബട്ടൺ ഒരു സൈസ്, ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ബട്ടൺ ഒരു 32 കൊടുക്കാം. വിഡ്ത്ത് തൽക്കാലം ഒരു 120. നമ്മൾ ഇതിനെ എന്താ പറയുക, ആക്ഷൻ എന്തെങ്കിലും ഒരു ടൈറ്റിൽ. ഫോണ്ട് സൈസ് ഞാൻ ഡിഫോൾട്ടായിട്ട് തന്നെ യൂസ് ചെയ്യാണ്. എന്നിട്ട് അതിനെ സെൻറ്റർ ലൈൻ ചെയ്യുന്നു. നോർമലി ഇങ്ങനെ ഒരു ബട്ടണാണ് ഓട്ടോ ലേഔട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തിരുന്നത്. ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, വേണമെങ്കിൽ നമുക്ക് ഇതിനൊരു ഗ്രൂപ്പ് ആക്കാം. അപ്പോൾ നമുക്കത് ഈസിലി, എന്നിട്ട് ഈ ഗ്രൂപ്പിന് ബട്ടൺ എന്നൊരു പേര് കൊടുക്കാം. പക്ഷേ മെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിന് ഞാൻ റീസൈസ് ചെയ്യാമെന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഞാൻ റീസൈസ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ റീസൈസ് ആകുമ്പോൾ ഒരു സൈഡിലോട്ട് സെൻറ്ററായിട്ട് അലൈൻഡ് അല്ല, ഒരു സൈഡിലോട്ട് നീങ്ങുന്നതാണ്. അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് സെൻറ്റർ അലൈൻഡ് അല്ല, ലെഫ്റ്റ് അലൈൻഡ് ആണ്. ഞാനത് സെൻറ്റർ അലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ബോക്സ്, ഇനിയിപ്പോൾ ഈ ബട്ടൺ ഞാൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് സെൻറ്ററായിട്ട് തന്നെ നിൽക്കും. പക്ഷേ സപ്പോസ് ഞാനിതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എങ്ങനെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ, ഇത് സെൻറ്റർ അല്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം. അതായത് നമുക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് റെസ്പോൺസീവ് ആയിരിക്കില്ല. ഞാൻ വലുതാക്കുമ്പോൾ അത് ഇവിടെ സൈസ് കുറവും താഴോട്ട് ഭയങ്കര സൈസ് കൂടുതലും വരും. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഓട്ടോ ലേഔട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഞാൻ തുടക്കത്തിൽ ഒരു നാവിഗേഷൻ ബാർ ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചു. ഇനി ഞാൻ ഒരു സിമ്പിൾ കമ്പോണൻസ് എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിക്കുമ്പോൾ അത് കൂടുതൽ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഓട്ടോ ലേഔട്ടിൽ ഈ ബട്ടൺ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കല്ല ചെയ്യുന്നത്. പകരം ഞാനൊരു ഡയറക്റ്റ്ലി ഒരു ടെക്സ്റ്റ് എഴുതും. ഇപ്പോൾ നമ്മുടെ ബട്ടൻ്റെ ടെക്സ്റ്റ് ആക്ഷൻ എന്നാണെങ്കിൽ നമ്മൾ ആ ബട്ടൺ ചെയ്തു. അപ്പോൾ നമുക്കിപ്പോൾ ഈ ലെയർ പാനൽ നോക്കി കാണാം, ഞാൻ ജസ്റ്റ് ഈ ഒരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് ഓട്ടോ ലേഔട്ട് ആഡ് ചെയ്യും. അതായത് ഈ ഒബ്ജക്റ്റിനെ ഓട്ടോ ലേഔട്ടിലോട്ട് ആഡ് ചെയ്യും. അതിന് നമുക്ക് ഷിഫ്റ്റ് എ എന്ന് പറഞ്ഞ ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ ആഡ് ഓട്ടോ ലേഔട്ട് എന്ന് പറഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ഓട്ടോ ലേഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും. ഇപ്പോൾ ഞാൻ ഓട്ടോ ലേഔട്ട് ആഡ് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ബൈ ഡിഫോൾട്ട് ഇതിനൊരു ബൗണ്ടിങ് ബോക്സ്, ഇതൊരു റെക്റ്റാങ്കിൾ അല്ല ആക്ച്വലി, ഇതൊരു ബൗണ്ടിങ് ബോക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഫിഗ്മ പൊതുവെ ഇതിനെ ഫ്രെയിം എന്നാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നോർമലി നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കാണുന്നതിനൊക്കെ നമ്മൾ ബൗണ്ടിങ് ബോക്സ് എന്നാണ് എല്ലാ ടൂളുകളിലും പൊതുവെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതൊരു ആക്ച്വൽ എന്താ പറയുക, ഇതൊരു വിർച്വൽ ആയിട്ടുള്ളൊരു റെക്റ്റാങ്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. അത് ആക്ച്വലി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഒരു റെക്റ്റാങ്കിൾ ആയിട്ട്. അതായത് ഇവിടെ നമ്മൾ കാണാൻ ഒരു ഫ്രെയിം എന്ന് പറഞ്ഞൊരു ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റെക്റ്റാങ്കിൾ, അതായത് ഈ ഒരു ബൗണ്ടിങ് ബോക്സ് ഡൈനാമിക് ആണ്. അത് ഞാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഓട്ടോമാറ്റിക് ആയിട്ടൊരു വലിയ സൈസ് സെലക്ട് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മൗസ് ഹോവർ ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഒരു ഡാഷ്ഡ് ആയിട്ടുള്ള ലൈൻസ്, അതായത് സ്ക്രാച്ച് ചെയ്ത പോലെ ലൈൻസ് നമുക്ക് കാണാം. ഈ ഒരു സ്പേസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഞാനിവിടെ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഐക്കൺ സൂചിപ്പിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ പാഡിങ്. ഹൊറിസോണ്ടൽ പാഡിങ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ബട്ടൻ്റെ കേസിൽ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുള്ള സ്പേസിനെയാണ് ഈ പാഡിങ് എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഈ ബൗണ്ടിങ് ബോക്സിൻ്റെ പുറത്തുള്ള സ്പേസിനായിരിക്കും മാർജിൻ എന്ന് പറയാം. അകത്തുള്ള സ്പേസിന് എപ്പോഴും പാഡിങ് എന്നാണ് പറയാം. CSS അതിനെ ബോക്സ് മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയും. ഞാനിപ്പോൾ ആ ഡീറ്റെയിലോട്ട് പോകുന്നില്ല. പക്ഷേ ബേസിക്കലി ഉദ്ദേശിക്കുന്ന പാഡിങ് എന്ന് പറയുന്നത് ഇൻസൈഡ് ആയിട്ടുള്ള ഒരു സ്പേസിനെയാണ് കാണിക്കുന്നത്. ആഡ് ചെയ്തു, പാഡിങ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി. ഇനിയിപ്പോൾ നമുക്ക് ഇത് വിസിബിളായിട്ട് കാണിക്കാൻ വേണ്ടി നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. അപ്പോൾ ഒരു ബോക്സിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്ന പോലെ നമുക്ക് ഈ ഒരു ഫ്രെയിം, ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫ്രെയിമിന് നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ഞാൻ തൽക്കാലം ഒരു
എന്തെങ്കിലും കളർ, ഈ കളർ വെച്ച് ഓക്കെ, പച്ച തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഇപ്പോൾ ഇത് ഈക്വൽ ആയിട്ടുള്ള സ്പേസിംഗ് ആണ്, എല്ലായിടത്തും 10 പോയിന്റ് അല്ലെങ്കിൽ 10 പിക്സൽ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഈ ഞാൻ മുന്നത്തെ ഫിഗ്മ ബേസിക്സ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വാല്യൂ ഫിഗ്മയിൽ നമുക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് 10px എന്നുള്ളത് മാറ്റി നമ്മളൊരു 12 പിക്സൽ കൊടുക്കുന്നു. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം 12 പിക്സൽ പാഡിങ് ഈ ഒരു നമ്മൾ ഒരു ഫ്രെയിമിൽ നിന്ന് ഈ ലെറ്ററിന് വേണം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ എന്താ പറയുക, നമ്മളിപ്പോൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇത് അതിലും കൂടുതൽ പാഡിങ് ഉണ്ട്, മനസ്സിലായോ? നമുക്ക് അതിലും കൂടുതൽ പാഡിങ് ഉണ്ട്. പക്ഷെ നമ്മൾ ബൈ ഡിഫോൾട്ട് ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ആക്ഷൻ എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ആണ് ഇതിലുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഞാൻ കമാൻഡ് സെറ്റ് അടിച്ച് നമ്മുടെ ഓൾഡ് ഡിസൈനിലോട്ട് പോകാം. അപ്പോൾ അത് കുറച്ചും കൂടി വ്യക്തമാവും. അപ്പോൾ ഇതിപ്പോൾ 12 ഉണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ വേറെ ടെക്സ്റ്റ് അടിച്ചു, ആക്ഷൻ പകരം കോൾ മീ ബാക്ക്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രീസ് ആയി. അതായത് നമ്മളൊരു 10 പോയിന്റ് അല്ലെങ്കിൽ 10 പിക്സൽ പാഡിങ്ങിൽ ഇത് ഇൻക്രീസ് ആയി. നമ്മളിപ്പോൾ ഈ പഴയ നമ്മുടെ ബട്ടൺ എടുത്തു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇതിനെ ചെറുതാക്കി വെച്ച് ഇനി ഞാനിവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റെക്റ്റാങ്കിൾ ഇൻക്രീസ് ആവില്ല, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ റെക്റ്റാങ്കിൾ ഒരിക്കലും അത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഇൻക്രീസ് ആവില്ല. ഇവിടെ എനിക്ക് ഇപ്പോൾ കോൾ മീ ബാക്ക് അല്ലെങ്കിൽ ഹലോ ഹൗ ആർ യു, നമ്മുടെ റെക്റ്റാങ്കിൾ അതിനനുസരിച്ച് ഇൻക്രീസ് ആവും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ബട്ടൺ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ മിനിമം വിഡ്ത്ത് നമുക്ക് വേണമെന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിങ്ങനൊരു ബട്ടൺ കമ്പോണന്റ് ഉണ്ടാക്കി, എന്നിട്ട് ജസ്റ്റ് എൻ്റെ ബട്ടണിൻ്റെ ഇത് ഓക്കെ എന്നാണെങ്കിൽ ആ ബോക്സ് അത്രയും ചെറുതായിരിക്കും. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഫിഗ്മയിൽ നമുക്ക് മിനിമം വിഡ്ത്ത് കൊടുക്കാൻ പറ്റും. അതായത് മിനിമം അത്ര വിഡ്ത്ത് വേണമെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പം ഞാൻ എക്സാമ്പിൾ എനിക്കൊരു 150 വേണം മിനിമം. അപ്പം ഞാൻ എത്ര ചെറിയ ലെറ്റർ ടൈപ്പ് ചെയ്താലും, ഇപ്പോൾ ഓ എന്നടിച്ചാലും മിനിമം അതുണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ വലിയൊരു നേരത്തെ പോലത്തെ കോൾ മീ ബാക്ക് ഹലോ ഹൗ ആർ യു എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അത് ഇൻക്രീസ് ചെയ്യും. അതാണ് ഈ മിനിമം വിഡ്ത്തിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്ത് ഓക്കെ എന്ന് കൊടുക്കുമ്പോൾ അത് 150 തന്നെ ഉണ്ടാവും. ഇനി ഞാനിതിൻ്റെ കോപ്പി എടുത്ത് മറ്റൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് സെൻറ്ററായിട്ട് തന്നെ നിൽക്കും, താഴത്തോട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ സെൻറ്ററായിട്ട് നിൽക്കും. ഇത് നമ്മുടെ പഴയ ബട്ടണിൽ ഒരിക്കലും പോസിബിൾ ആയിരുന്നില്ല നമുക്ക്. അപ്പോൾ ഇതാണ് ഓട്ടോ ലേഔട്ടിൻ്റെ ഒരു ബട്ടൺ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്ന മെത്തേഡ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കിയ ഒരു ബട്ടൺ, അതിൻ്റെ നമ്മൾ പ്രോപ്പർട്ടീസ് നോക്കി കഴിഞ്ഞാൽ അത് ഹഗ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി, ഹൊറിസോണ്ടൽ റീസൈസിങ് ഹഗ് എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. അതെന്താണ് മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ മിനിമം എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മിനിമം എടുത്ത് കൊടുക്കാതെ റിമൂവ് മിനിമം എടുത്ത് ഞാൻ കൊടുത്തു. അപ്പോൾ പഴയ സൈസിലോട്ട് എത്തി. നമ്മൾ ഇവിടെ നോക്കിയാൽ കാണാം, ഇത് 40 ആണ് വിഡ്ത്ത്. അത് ഗ്രേഡ് ഔട്ട് ആണ്. ഈ വിഡ്ത്ത് 40 എന്ന് പറയുന്നത് ഗ്രേഡ് ഔട്ട് ആണ്. ഈവൻ ഹൈറ്റും 35 ആണ്, അതും ഗ്രേഡ് ഔട്ട് ആണ്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റും ജനറേറ്റ് ചെയ്യുന്നതാണ്. അത് നമ്മൾ കൊടുത്തതല്ല, നമ്മൾ പറഞ്ഞിട്ടില്ല ഈ ബട്ടണിന് 40 വിഡ്ത്ത് വേണം 35 വിഡ്ത്ത് വേണം എന്ന് വെച്ചാൽ ഇതിൻ്റെ വിഡ്ത്ത് ഇതിലുള്ള കണ്ടന്റ് അനുസരിച്ചാണ്. അപ്പോൾ കോൾ മീ നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കൂടും. അതാണ് 66 എന്നായത്. ഹൈറ്റ് മാറ്റം വരുത്തുന്ന ഒന്നും നമ്മൾ ചെയ്യാത്തതുകൊണ്ട് ഹൈറ്റ് അങ്ങനെ തന്നെ കിടക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഹൈറ്റിൽ മാറ്റം വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വെർട്ടിക്കൽ പാഡിങ്, അതായത് 10 പോയിന്റ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അത് ചേഞ്ച് ചെയ്ത് നമ്മൾ 12 പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ സൈസ് ഇവിടെ ചേഞ്ച് ആയി നമുക്ക് കാണാം. ഇപ്പോഴും ഇതൊരു ഡൈനാമിക് ആയിട്ടുള്ളൊരു വാല്യൂ ആണ്.
അതായത് അതുകൊണ്ട് അത് രണ്ടും ഹഗ്ഗാണ്. അതായത് നമ്മുടെ കണ്ടന്റ് വലുതാവുന്നതിനനുസരിച്ച് ഈ ഇതിന്റെ സൈസും ചേഞ്ച് ആവും. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 12 പോയിന്റ് ആണ് ഫോണ്ട് സൈസ്, നമ്മുടെ ഫോണ്ട് ഭയങ്കര ചെറുതാണ്. അതിന് പകരം നമ്മൾ ഈ ഫോണ്ട് ഇത് സെമി ബോൾഡ് ആക്കുന്നു, എന്നിട്ട് നമ്മൾ ഈ ഫോണ്ട് ഒരു 22 ആക്കുന്നു. നമ്മുടെ ഫോണ്ട് സൈസ് വലുതായി, ബട്ടൺ സൈസ് വലുതായി. അവർ അതിനനുസരിച്ച് തന്നെ 12 പോയിന്റ് എല്ലാ സൈഡിലോട്ട് ആഡ് ചെയ്യുന്നു. ഇപ്പം നമ്മുടെ സൈസ് ചേഞ്ച് ആയി, 10351 തന്നെയായി. അതിന് കാരണം ഇതിന് ഹഗ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ, അതായത് ചിൽഡ്രൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഇത് പാരന്റ് ചിൽഡ്രൻ. അപ്പോൾ അതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ആ ബോക്സ് വലുതായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ് ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ സമയം നമ്മൾ നമ്മുടെ പ്രീവിയസ്ലിയുള്ള ബട്ടൺ നമ്മൾ മാനുവലി ഇൻക്രീസ് ചെയ്തു സൈസ്. നമ്മൾ ഇതിൻ്റെ കണ്ടന്റ് അല്ലാതെ തന്നെ നമ്മൾ ഡ്രാഗ് ചെയ്തൊക്കെ വെച്ചപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കാണാൻ വിഡ്ത്ത് എന്ന് പറയുന്നത് വൈറ്റ് കളറായി, പഴയ പോലെ ഗ്രേഡ് ഔട്ട് അല്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമാറ്റിക് റീസൈസിൽ നിന്ന് നമ്മൾ ചേഞ്ച് ചെയ്തു, അതിന് നമ്മൾ ഓവർ റൈഡ് ചെയ്തത് ഫിക്സ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലോട്ട് പോയി. ഈവൻ ഹൈറ്റും ഫിക്സ്ഡിലോട്ട് പോയി. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിനി ഇതിൽ ജസ്റ്റ് ഓക്കെ എന്ന് ടൈപ്പ് ചെയ്താലും ഇത് ചെറുതാവില്ല, കാരണം നമ്മൾ ഫിക്സ്ഡ് സൈസ് കൊടുത്തു പോയി 403. ഈ ഒരു കേസിൽ നമുക്കിത് തിരിച്ചാക്കണമെങ്കിൽ നമ്മൾ ഈ ഫിക്സ്ഡ് എന്ന് പറയുന്ന റീസൈസിങ് മെത്തേഡിൽ മാറ്റി ഹഗ് കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ചെറുതാവും. ഇപ്പോൾ ഹഗ് കണ്ടന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അത് ജമ്പ് ചെയ്ത് ആ സൈസിലോട്ട് വരുന്നു. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഫിക്സ്ഡ് ആയിട്ടാണ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തത്, അതും നമുക്ക് ചേഞ്ച് ചെയ്യാം. ഹഗ് കണ്ടന്റ് കൊടുത്ത് ജമ്പ് ചെയ്ത് അതിനെ എന്താ പറയുക കറക്റ്റായിട്ട് അലൈൻ ചെയ്യും. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഹഗ് അല്ലെങ്കിൽ ഫിക്സ്ഡ് വാല്യൂ എന്ന് പറയുന്നത്. ഇതല്ലാതെ കുറച്ച് മെത്തേഡും കൂടി ഈ ഓപ്ഷനിൽ വരും. അത് ഓട്ടോ ലേഔട്ടിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്. അത് നമ്മൾ അടുത്ത വീഡിയോസിൽ കാണിക്കുന്നതാണ്.